നമസ്കാരം, എല്ലാവർക്കും സഹാരി റൈസ് പ്ലസിനെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കോഗ്നോസിയുടെ തന്നെ അമ്ല എന്ന ടോപ്പിക്കാണ് എടുക്കുന്നത്. അപ്പം അമ്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അറിയാത്ത ആരെങ്കിലും ഉണ്ടാവിടെ? ആരും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അമ്ല അറിയാത്ത ഒരാളും ഉണ്ടാവില്ല. നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ അമ്ല വച്ചിട്ട് നമ്മൾ ഒരുപാട് വിബ്രേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നവരാണ്, അത് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അമ്ലയെ പറ്റിയിട്ട് അറിയാത്തവരായിട്ട് ആരുമില്ല. അമ്ലയെ പറ്റിയിട്ട് ഇനി ഞാൻ ഒരു കാര്യവും കൂടുതൽ വിവരിക്കേണ്ട. ആകെ പറയാനുള്ളത് ഇതിൻ്റെ അകത്ത് കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിൻ്റെ ബയോളജിക്കൽ സോഴ്സും ഒക്കെയാണ് നമ്മൾ പഠിച്ചാൽ മതി. അമ്ലയെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ആർക്കും ഒന്നും പറഞ്ഞു തരാത്തത് കൊണ്ട് തന്നെ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് തന്നെ കിടക്കാം. ഇതിപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലേ, അമ്ലയ്ക്ക് വേറൊരു പേര് കൂടിയുണ്ട്. എന്താ? ഇന്ത്യൻ ഗൂസ്ബെറി എന്നാണ് അതിനെ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ഗൂസ്ബെറി എന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചാലും നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. അമ്ലയുടെ മറ്റൊരു പേരാണ് ഇന്ത്യൻ ഗൂസ്ബെറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത ടോപ്പിക്കിലേക്ക് നോക്കാം. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പം നമ്മുടെ നെയിം ഓഫ് ദ ഡ്രഗ്സ് എന്താണെന്ന് അറിയാമല്ലോ. നമുക്ക് അമ്ലയാണ്. അത് എന്താണ്? അമ്ല തന്നെയാണ്. അല്ലെങ്കിൽ നെല്ലിക്ക. ഇതിന് ഒരുപാട് നമ്മൾ പറയുന്ന നെല്ലിക്ക, കാട്ടു നെല്ലിക്ക എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ നമ്മൾ പഠിക്കേണ്ട ഇതിൻ്റെ ഫാമിലിയും ഇതിൻ്റെ അകത്തൊരു കെമിക്കലിനെയാണ് നമ്മൾ പഠിച്ചിരിക്കുക. അത് മാത്രമാണ് കൂടുതൽ എല്ലാ ക്വസ്റ്റ്യൻസിനും ചോദിച്ച് കണ്ടിട്ടുള്ളത്. വൈറ്റമിൻ സിയുടെ പ്രസൻസ് ഉള്ള ആ ഫ്രൂട്ട്സ് ഏതാണ്, അല്ലെങ്കിൽ പിന്നെ അസ്കോർബിക് ആസിഡിൻ്റെ പ്രസൻസ് ഉള്ളത് ഏതിനകത്താണ് എന്നതാണ് ഓപ്ഷൻസ് വരിക. അതാണ് ഓർത്ത് വയ്ക്കാനുള്ളത്. കൂടുതൽ ഇതിൻ്റെ ഫാമിലി ചോദിക്കാറുണ്ട്. അസ്കോർബിക് ആസിഡിൻ്റെ സോഴ്സ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. വൈറ്റമിൻ സിയുടെ സോഴ്സ് ഏതാണുണ്ട്. ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ പ്രീവിയസിലെ ഏത് ക്വസ്റ്റ്യൻസ് നോക്കിയാലും നിങ്ങൾക്ക് ഈ 3 ക്വസ്റ്റ്യൻസ് അതിൽ കാണാൻ പറ്റത്തുള്ളൂ. വേറെ ഒരു ക്വസ്റ്റ്യൻസും കാണാൻ പറ്റത്തില്ല. ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഒന്ന് ഫാമിലി, ബയോളജിക്കൽ സോഴ്സ് റെയറായിട്ടേ ചോദിച്ചിട്ടുള്ളൂ, എന്നാലും അത് നമ്മൾ ഓർത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് അത് വൈറ്റമിൻ സിയുടെ സോഴ്സ് ഏതാണെന്ന് ചോദിക്കും. അസ്കോർബിക് ആസിഡ് ഏതെങ്കിലും കൂടുതലുള്ളത് ഏതാണെന്ന് ചോദിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ അമ്ല തന്നെയാണ് ഇതിൻ്റെ ഉത്തരം. ഇത് 3 തന്നെയാണ് നമ്മൾ ഓർത്ത് വയ്ക്കാനുള്ളത്. ഇതിൽ പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കി പോവാം എന്തൊക്കെയാണ് എന്നുള്ളത് കേട്ടോ. അത് സിനോണിയമാണ് പറയുന്നത്. സിനോണിയം എന്താണ്? നമുക്ക് എംബിലിക്ക എന്നുള്ളൊരു സിനോണിയം കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ഗൂസ്ബെറി, അമ്ല. അപ്പോൾ ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ തന്നെ പറഞ്ഞല്ലോ. നമ്മൾ അതിന് നേരത്തെ പറഞ്ഞു ഇന്ത്യൻ ഗൂസ്ബെറി എന്നൊരു പേരുണ്ട് എന്ന് പറഞ്ഞു. അമ്ല നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ എംബിലിക്ക, ഇതാണ് നമ്മുടെ ഫാമിലി ആയിട്ട് വരുന്നത്. എന്താണ്? എംബിലിക്ക എന്നാണ്. എംബിലിക്ക ഒഫിഷ്യൽ ഒക്കെ വരുമ്പോഴാണ് നമ്മുടെ സിനോണിമസിലേക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ എപ്പോഴും ഓർക്കുക, എംബിലിക്ക. അപ്പം എംബിലിക്ക എന്താണ്? ഇന്ത്യൻസ്, അത് നമ്മൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യൻസ് ഗൂസ്ബെറി, അമ്ല, എംബിലിക്ക. ഇന്ത്യൻസ് ഗൂസ്ബെറി ഈസ് നോൺ ബൈ ദ 2 സയൻറ്റിഫിക് നൈം. എന്താണ്? 2 സയൻറ്റിഫിക് നൈമിൽ നിന്നാണ് എന്താണ് ഇന്ത്യൻസ് ഗൂസ്ബെറി എന്നുള്ള പേര് വന്നതെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ സയൻറ്റിഫിക് നൈം എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ഫൈലാന്തസ് എംബിലിക്ക. അതായത് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ സിനോണിമിലുണ്ടായ എംബിലിക്ക എന്താണ്? ഫൈലാന്തസ് എംബിലിക്കയും ആൻഡ് എംബിലിക്ക ഒഫിഷ്യനാലിസ്. എന്താണ്? എംബിലിക്ക ഒഫിഷ്യനാലിസ്. അപ്പോൾ സിനോണിം നമുക്ക് കിട്ടിയല്ലോ. ഏതൊക്കെയായിരുന്നു അവിടെ? എംബിലിക്ക വന്നിട്ട് 2 സ്ഥലത്തും ആ എംബിലിക്ക എന്നുള്ള വാക്കാണ് നമ്മൾ ഓർത്ത് വയ്ക്കാനുള്ളത്. എംബിലിക്ക അത് 2 ഫൈലാന്തസ് എംബിലിക്കയും ആൻഡ് എംബിലിക്ക ഒഫിഷ്യനാലിസും. എന്തൊക്കെയാണ്? ഫൈലാന്തസും അതുപോലെ ഒഫിഷ്യനാലിസും. അപ്പോൾ അതിൻ്റെ 2ൻ്റെ അടുത്ത് എന്തുണ്ട്? എംബിലിക്ക എന്നുള്ള വാക്ക് വരുമ്പോൾ നമ്മൾ എന്തുമായിട്ടാണ്? അമ്ലയുമായിട്ടാണ് ചേർത്ത് വയ്ക്കേണ്ടത്. ഓക്കെ ആണല്ലോ. എംബിലിക്ക ഒഫിഷ്യനാലിസും അതുപോലെ ഫൈലാന്തസ് എംബിലിക്ക എന്ന 2ഉം എന്തിനാണ്? അമ്ലയുടെ സിനോണിംസിൻ്റെ ഇതിലാണ് അത് വരുന്നത്. അപ്പോൾ അമ്ലയുടെ സിനോണിംസ് ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓപ്ഷൻസ് കറക്റ്റായിട്ട് നോക്കുക. അത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഫൈലാന്തസ് എംബിലിക്ക ആയിരിക്കാം, അല്ലെങ്കിൽ എംബിലിക്ക ഒഫിഷ്യനാലിസ് ആയിരിക്കാം. അപ്പോൾ അതാണ് ഈ എംബിലിക്ക എന്നൊരു വാക്ക് എപ്പോഴും അമ്ലയുമായിട്ടാണ് നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഫൈൻഡ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. പിന്നെ എന്താണ്? ബയോളജിക്കൽ സോഴ്സ്. നമുക്ക് എപ്പോഴും അല്ലേ എല്ലാത്തിൻ്റെയും ബയോളജിക്കൽ സോഴ്സ് ഒക്കെ നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് കോഗ്നോസിൽ നമുക്കൊരു പോകുകയാണല്ലേ, അയ്യോ അതിൻ്റെ സോഴ്സ് ഏതാ, ഇതിൻ്റെ സോഴ്സ് ഏതാന്നൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നുന്ന ഒരാണ് ഇതിൻ്റെ ബയോളജിക്കൽ സോഴ്സ്. അപ്പം ബയോളജിക്കൽ സോഴ്സും ഫാമിലിയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും? എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഒരു ചാർട്ട് ഉണ്ടാക്കി തന്നെ പഠിക്കുക. എല്ലാത്തിൻ്റെ ഫാമിലീസ്, ഒരു ഫാമിലിയുടെ കീഴിൽ ഒരു ലിലിയേസിയ ഫാമിലി ആണെങ്കിൽ ആ ലിലിയേസിയ ഫാമിലിയുടെ കൂടെ വരുന്നതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു പോർഷനിൽ തന്നെ എഴുതുക.
അത് കഴിഞ്ഞ് ജിഞ്ചിബറേസി അതെല്ലാം വരുമ്പോൾ അതിൻ്റെ ഫാമിലിയിൽ വരുന്നതെല്ലാം ഒരു സ്ഥലത്ത്. അപ്പോൾ അംബിലിഫറസിന് വരുന്നത് ഏതൊക്കെയായിരിക്കും? അതൊരു കാറ്റഗറി തിരിച്ച് തന്നെ നമ്മൾ ചാർട്ട് ഉണ്ടാക്കുക. ആ ചാർട്ട് നമ്മളെപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് ഒട്ടിച്ച് വയ്ക്കുക. നമ്മൾ പിന്നെയും പിന്നെയും കാണുമ്പോഴാണ് എന്ത് ചെയ്യണമെന്ന് നമ്മളെ മനസ്സിലേക്ക് വരുന്നത്. അതല്ലാതെ നമ്മൾ എത്ര ബൈഹാർട്ട് പഠിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിത് മറന്നു പോവില്ലേ? ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിതെല്ലാം കൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇടവരുത്താതെ ആദ്യമേ തന്നെ ചാർട്ട് സിസ്റ്റം ഉണ്ടാക്കുക. ആ ചാർട്ട് സിസ്റ്റത്തിൻ്റെ അകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ ബയോളജിക്കൽ സോഴ്സ് ആണ്. ദിസ് കൺസിസ്റ്റ് ഓഫ് ദ ഡ്രൈഡ് ആസ് വെൽ ആസ് ദ ഫ്രഷ്. നമ്മൾ എന്താണ് ഉണക്കിയ നെല്ലിക്ക ഉപയോഗിക്കത്തില്ലേ? നമ്മൾ എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കും ഇല്ലേ? എണ്ണ കാച്ചാനൊക്കെ ഉണക്ക നെല്ലിക്ക നമ്മൾ വാങ്ങും. അതുപോലെ തന്നെ തേൻ നെല്ലിക്ക എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിക്കും ഇല്ലേ? നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് തേൻ നെല്ലിക്ക കഴിക്കത്തില്ലേ? അപ്പോൾ ഇത് നമ്മൾ ഏതൊക്കെ ഫോമിൽ ഉപയോഗിക്കും? ഡ്രൈഡ് ആയിട്ടും ചോദിക്കും. നമ്മൾ പച്ച നെല്ലിക്ക ജ്യൂസ് അടിച്ച് കുടിക്കത്തില്ലേ? അല്ലെങ്കിൽ പച്ച നെല്ലിക്ക അല്ലാതെ കഴിക്കത്തില്ല. അപ്പോൾ ഡ്രൈ ആയിട്ട് നമ്മൾ ഉപയോഗിക്കും, ഫ്രഷ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. അത് തന്നെയാണ് ബയോളജിക്കൽ സോഴ്സ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് ആൻഡ് ആസ് വെൽ ആസ് ഫ്രഷ് റൂട്ട്സ് ഓഫ് ദ പ്ലാന്റ് എംബിലിക്ക ഒഫിഷ്യനാലിസ്. അല്ലാണ്ട് എംബിലിക്ക ഒഫിഷ്യനാലിസ് ആണ് അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോഴ്സും. ബയോളജിക്കൽ സോഴ്സ് എവിടെ നിന്നാണ്? എംബിലിക്ക ഒഫിഷ്യനാലിസ് എന്നുള്ള സോഴ്സാണ് ഇതിൻ്റെ. ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അംല എന്ന ആ ഒരു സോഴ്സിൻ്റെ കീഴിൽ വരുന്നതാണ് അംല. ഫാമിലിയാണ് യൂഫോർബിയേസി. അതിൻ്റെ ഫാമിലി ഏതിയാണ്? യൂഫോർബിയേസി ആണ് അതിൻ്റെ ഫാമിലി. യൂഫോർബിയേസി ആണ് ഫാമിലി. നേരത്തെ പറഞ്ഞു ബയോളജിക്കൽ സോഴ്സ് എന്താണ്? എംബിലിക്ക ഒഫിഷ്യനാലിസും വരും, ഫൈലാന്തസ് എംബിലിക്കയും നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫൈലാന്തസ് എംബിലിക്കോ അല്ലെങ്കിൽ എംബിലിക്ക ഒഫിഷ്യനാലിസ് വന്നു കഴിഞ്ഞാൽ അതാണ് അംല തന്നെയാണ്. അതിൻ്റെ ഫാമിലി യൂഫോർബിയേസി ആണ്. യൂഫോർബിയേസി ഫാമിലിയിൽ വരുന്നതാണ്. ആരാണ്? അംല. മറന്നു പോകരുത്, യൂഫോർബിയേസി ഫാമിലിയിൽ വരുന്നതാണ് അംല. പിന്നെ അതെന്ന് പറഞ്ഞിരിക്കുന്ന ജിയോഗ്രഫിക്കൽ സോഴ്സ് ആണ്. നമുക്ക് ഇതുവരെയും ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ജിയോഗ്രഫിക്കൽ സോഴ്സ് അംല ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാൽ കൂടി നമ്മൾ അംല ഈ ഒരു പോർഷൻ എടുക്കുമ്പോൾ നമ്മളത് പറയാതെ പോകുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ആ ഒരു പോർഷൻ എടുത്തത്. നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. അതിൻ്റെ ട്രീ എന്നാണ്? ചെറിയ ട്രീ ആയിരിക്കാം, വലിയ ട്രീ. അതാണ് സ്മാൾ ടു മീഡിയം സൈസ് എന്ന് പറയുന്നത്. ചില സ്ഥലത്തൊക്കെ വലിയ നെല്ലിമരങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിച്ചാൽ അങ്ങനെയുണ്ട്. പക്ഷേ മെജോറിറ്റി കാണുന്നത് എന്താണ്? സ്മാൾ ടു മീഡിയം സൈസാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മീഡിയം സൈസ് ഹൈറ്റിലാണ് ഉണ്ടാവുന്നത്. ഇത് സ്മാൾ ടു മീഡിയം സൈസ് റീച്ചിങ് 1 to 8 മീറ്റർ. എന്താണ്? 1 മീറ്റർ മുതൽ 8 മീറ്റർ വരെ ആയിരിക്കും അതിൻ്റെ നീളം വരുന്നത്. ഞാൻ ജസ്റ്റ് വായിച്ചു പോകുന്നു, ഇതിൻ്റെ ഒരു ആവശ്യം നമുക്കില്ല, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോവാം. ദ ട്രങ്ക് ഈസ് സ്ലൈറ്റ്ലി കവേർഡ് ആൻഡ് ദ ബ്രാഞ്ചസ് ആർ സ്കാറ്റേഡ് അറൗണ്ട്. എന്താണ് ബ്രാഞ്ചസ് എന്നിങ്ങനെ? എന്താണ്? ഒരു പരന്ന് ഇങ്ങനെ നെല്ലിമരം കണ്ടു കഴിഞ്ഞാൽ അറിയാം, കുറച്ച് ഒരു താഴ്ത്തടി പോയിട്ട് അതിങ്ങനെ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് ഒരു പരന്നാണ് അത് നിൽക്കുന്നത്. അതുപോലെയാണ് സ്കാറ്റേഡ് അറൗണ്ട് ആയിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ തണ്ട് എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അംല പ്ലാന്റ് ഈസ് ഗ്രേ വിത്ത് ഹാർഡ് റെഡിഷ് വുഡ്. എന്താണ്? ഗ്രേ ആണ്, റെഡിഷ് ആണ്, റെഡിഷ് വുഡ് ആണ്. നമ്മൾ കാണുമ്പോൾ ഒരു ഗ്രേ കളർ അല്ലേ ആ മരത്തിന്? കുറച്ചുകൂടെ പഴകിയ മരമാണ്, ഒരു റെഡിഷ് ലുക്കിലൊക്കെ നമുക്ക് തോന്നുന്നത്. അതാണ് ഗ്രേ വിത്ത് ഹാർഡ് റെഡിഷ് വുഡ്. ഇറ്റ് ഹാസ് യെല്ലോയിഷ് ഗ്രീൻ ഓർ പിങ്കിഷ് കളർ ഫ്ലവർ. എന്താണ്? യെല്ലോയിഷ് ഗ്രീൻ ഓർ പിങ്കിഷ് കളർ ഫ്ലവർ. എന്താണ്? യെല്ലോയിഷ് ഗ്രീൻ ആയിരിക്കും, അല്ലെങ്കിൽ മഞ്ഞ കലർന്ന പച്ച കളറിലുള്ള പൂക്കളായിരിക്കും. അതല്ലെങ്കിലാണ് പിങ്കിഷ് കളർ ഫ്ലവർ, അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള പൂക്കളായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും കേട്ടോ. നമ്മുടെ നാട്ടിലെ നെല്ലിമരത്തിൻ്റെ അത്ര ഉയരമൊന്നും ഉണ്ടാവത്തില്ല. ആ സൈഡിലേക്ക് ചെല്ലുമ്പോൾ ഒരു പ്ലാന്റേഷനിലൊക്കെ ചെല്ലുമ്പോൾ വളരെ ചെറിയ മരങ്ങളായിരിക്കും നിൽക്കുന്നത്. ചെറിയ 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 മരങ്ങളാണ്. കാരണം നമ്മളെക്കാൾ കൂടുതൽ കുറച്ചുകൂടെ റിസർച്ച് ചെയ്ത് പുതിയ എന്താണ് പ്ലാന്റുകളെയൊക്കെ കൂടുതൽ അവർ കാണുക. എന്താണ് നമ്മളെ കൂടുതൽ എവിടെ നിന്നാണ് അംല വരുന്നതെന്നറിയാം? നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. അപ്പോൾ ആ സൈഡിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഇവിടുത്തെ നെല്ലിമരം കണക്കുള്ള നെല്ലിമരങ്ങളെന്നല്ല, അതിന് വളരെയധികം പൊക്കക്കുറവാണ്. വളരെ ചെറിയ തൈ എന്നൊക്കെയാണ് നമ്മൾ പിടിച്ചിങ്ങനെ വളരെ ചെറിയൊരു ഏരിയയിൽ ഇങ്ങനെ പിടിച്ച് കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ആ പ്ലാന്റേഷനിലേക്ക് പോകുമ്പോഴേ നമുക്ക് അത്തരത്തിലുള്ള നെല്ലിമരം കാണാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഇവിടേക്ക് നല്ല പൊക്കത്തിലൊക്കെ പോയി നമ്മളിങ്ങനെ മല എന്നൊക്കെ നോക്കേണ്ട അവസ്ഥ വരും. ഫ്രൂട്ട്സ് എന്തറിയാമല്ലോ? അതിൻ്റെ ഫ്രൂട്ട്സ് എന്തായിരിക്കും? യെല്ലോയിഷ് ആയിരിക്കും. അത് കുറച്ചുകൂടെ നല്ല വലുതാകുമ്പോൾ യെല്ലോയിഷ് ആവും. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്തായിരിക്കും? നല്ല പച്ച കളറായിരിക്കും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. പെയിൽ യെല്ലോ ഇൻ കളർ. എന്താണ്? പെയിൽ യെല്ലോ ആണ്. അതായത് ഒരു ചെറിയ യെല്ലോ കളർ ആയിരിക്കും. റൗണ്ട് ഷേപ്പ് ആൻഡ്
എന്താണ് റൗണ്ട് ഷേപ്പാണ്. ആൻഡ് ഹാസ് 6 വെർട്ടിക്കൽ സ്ട്രൈപ്സ്. അതിനെ പുറത്ത് കാണാമല്ലോ ഇങ്ങനെ ചെറിയ ചെറിയ നമുക്ക് ഒരു അല്ലികൾ കണക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്ന രീതിക്ക് ഓരോരോ സ്ട്രൈപ്സ് കാണും, ഓരോരോ വരകളുണ്ടായിരിക്കും. 6 വെർട്ടിക്കൽ സ്ട്രൈപ്സ്. എ റൈപ്ഡ് ആംല ഫ്രൂട്ട്സ് ഹാർഡ് ആൻഡ് വെയിറ്റ് അപ്രോക്സിമേറ്റ്ലി ബിറ്റ്വീൻ 70 ഗ്രാംസ്. എന്താണ് അത്? അംല ഫ്രൂട്ട്സിന് എന്താണ് കുറച്ചുകൂടെ നല്ല ഹാർഡ്, നമുക്ക് കടിക്കാൻ കുറച്ച് ഹാർഡാണ്, എങ്കിൽ തീരെ ഹാർഡും അല്ല, എന്നാലും അതിനൊരു ഹാർഡ്നെസ് ഉണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അംല ഫ്രൂട്ട്സ് ഈസ് ഹാർഡ് ആൻഡ് വെയിറ്റ് അപ്രോക്സിമേറ്റ്ലി ബിറ്റ്വീൻ 70 ഗ്രാംസ്. എന്താണ്? 70 ഗ്രാംസിനകത്താണ് ഒരു അംലയുടെ വെയിറ്റ് വരുന്നതെന്നാണ്. അത്രയും വലിപ്പമുള്ളത് വരെ വരാം അല്ലേ. നമ്മൾ കാണുന്ന ചെറിയ ടൈപ്പൊക്കെ ഉണ്ട്, പിന്നെ വലിയ സൈസൊക്കെ റെയർ ആയിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. ലീവ്സ് എന്താണ്? ഇതിൻ്റെ ലീവ്സിനെ പറ്റിയൊന്നും നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല, അതൊന്നും നമുക്ക് ഒരിക്കലും ചോദിക്കുന്ന കാര്യങ്ങളല്ല. ലൈറ്റർ ഇൻ വെയിറ്റ്. ലൈനർ എന്താണ്? ചെറിയ വെയിറ്റ് ആണ്, ചെറിയ ചെറിയ ലൈൻ ഉണ്ടാവും. ആൻഡ് ലോങ് ഇൻ ഷേപ്പ് ആൻഡ് സ്മെൽസ് ലൈക്ക് ലെമൺ. അതിൻ്റെ പിന്നെ ലീവ്സിന് എന്താണ്? ഒരു ലെമണിൻ്റെ സ്മെല്ല് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ലെമണിൻ്റെ സ്മെല്ല് ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇതൊന്നും കൂടെ നോക്കാം. ഫ്രൂട്ട്സ് പെയിൽ യെല്ലോ ഇൻ കളർ. എന്താണ്? പെയിൽ യെല്ലോ ഇൻ കളറാണ്. റൗണ്ട് ഇൻ ഷേപ്പ്. എന്താണ്? റൗണ്ട് ഷേപ്പാണ്. ആൻഡ് 6 വെർട്ടിക്കൽ സ്ട്രൈപ്സ്. 6 ചെറിയ ചെറിയ, 6 തന്നെയാണോ എന്ന് നമ്മൾ കറക്റ്റ് കഴിക്കുന്ന സമയത്ത് നോക്കാറൊന്നും ഇല്ലല്ലേ, കഴിക്കുകയല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന 6 വെർട്ടിക്കൽ സ്ട്രൈപ്സ് അതിൻ്റെ അകത്തുണ്ടാവും. ആ ഒരു നല്ലൊരു അംല എന്താണ്? ആ ഒരു വിളവ് എത്തിയ ഒരു അംലയ്ക്ക് എന്തായിരിക്കും? അംല ഹാർഡായിരിക്കും. ആൻഡ് എത്ര വെയിറ്റിന്? 70 ഗ്രാംസിൻ്റെ അടുപ്പിച്ച് വരെ അതിന് വെയിറ്റ് വരുമെന്നാണ് പറയുന്നത്. ലീവ്സ് ലൈറ്റർ ഇൻ വെയിറ്റ്. എന്താണ്? ചെറിയ ലീവ്സ് നമുക്കും അറിയാമല്ലോ, അതിൻ്റെ അംലയുടെ എന്തെന്ന് ചീറിയ പുളിയുടെ ഇല പോലെ അല്ലേ അതിൻ്റെ ഇല ഇരിക്കുന്നത്, അപ്പോൾ അത്രയേ ഉണ്ടാവുള്ളൂ. ലൈറ്റർ ഇൻ വെയിറ്റ്. ലൈനർ, അതിനകത്ത് ലൈനർ ഉണ്ടാവും. ആൻഡ് ലോങ് ഇൻ ഷേപ്പ്. അത്ര വലിയ ലോങ് ഒന്നുമല്ല, എന്നാലും ചെറിയൊരു നീളമുള്ള ഇലയാണ്. ലോങ് ഇൻ ഷേപ്പ്. ആൻഡ് സ്മൈൽസ് ലൈക്ക് എന്താണ്? ലെമണിൻ്റെ സ്മെല്ലുണ്ടാവും അതിനകത്ത്. ഇതാണ് പറയുന്നത്. അതിൻ്റെ ജിയോഗ്രഫിക്കൽ സോഴ്സ് ഇതൊക്കെയാണ്. പിന്നെ മൈക്രോസ്കോപ്പി അംലയുടെ അങ്ങനെ പൊതുവേ ചോദിച്ചിട്ടൊന്നും കണ്ടിട്ടില്ല, എന്നാലും നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അത് പറഞ്ഞു പോവാം. ഇതാണ് അതിൻ്റെ മൈക്രോസ്കോപ്പി പറയുന്നത്. അതിൻ്റെ ഏറ്റവും ഇന്നർ ലെയറും ഔട്ടർ ലെയറും ഉണ്ട്. ഔട്ടർ റൂട്ട് ഷീത്ത് ഉണ്ട്, ഒരു ഔട്ടർ റൂട്ട് ഷീത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ഇന്നർ റൂട്ട് ഷീത്ത് ഉണ്ടാവും. ഔട്ടറും ഉണ്ടാവും, ഇന്നറും ഉണ്ടാവും റൂട്ട് ഷീത്ത്. അതുപോലെ തന്നെ മെഡുലറി പാർട്ട് ഉണ്ടാവും. അതുപോലെ ഇതുണ്ട്, ഔട്ടർ ഫൈബ്രസ് ലെയർ ഉണ്ടാവും. ഒരു ഔട്ടർ എന്തുണ്ടാവും? ഒരു ഫൈബ്രസ് ലെയറിൻ്റെ ഔട്ടർ പാർട്ട് ഉണ്ടാവും. അതുപോലെ ഇന്നർ ഫൈബ്രസ് ലെയർ. അതുപോലെ ഇവിടെ ഔട്ടർ റൂട്ട് ഷീത്ത് പോലെ ഇന്നർ റൂട്ട് ഷീത്തും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇത് നോക്കൂ, ഇന്നർ ആയിട്ടുള്ള ഫൈബ്രസ് ലെയറും ഉണ്ടാവും, ഔട്ടർ ഫൈബ്രസ് ലെയറും ഉണ്ടാവും. അതേ നോക്കിയേ, ഈ ഭാഗത്തെന്ന് പറയുന്നത് എന്താണ്? ഇന്നർ ആയിട്ടുള്ള ഫൈബ്രസ് ലെയറും ഈ ഭാഗം ഏറ്റവും പുറമേ ഉള്ള ഭാഗത്തിനടുത്തോട്ട് വരുന്നത് എന്താണ്? ഔട്ടർ ഫൈബ്രസ് ലെയർ. അപ്പം ഇതൊക്കെയാണ് ഇതിൽ നമ്മൾ ഒരു മൈക്രോസ്കോപ്പിക്കലി നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ പാർട്ടുകൾ, ഒരു അംലയുടെ പാർട്ടുകൾ ഇങ്ങനെയാണ് നമുക്ക് കാണുന്നത്. നമുക്ക് മൈക്രോസ്കോപ്പി അംല ഉണ്ടായിരുന്നില്ല അല്ലേ, ഫെനലും കൊറിയാണ്ടറൊക്കെ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അംല നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയും മെയിനായിട്ടുള്ള ഇതിൻ്റെ പാർട്ടുകൾ ഇതൊക്കെയാണിതെന്നുള്ളത്. ക്യൂട്ടിക്കിൾ ഓഫ് റൂട്ട് ഷീത്ത്, അതാണ് ഒരു ഏറ്റവും ഈ ഒരു ഭാഗം കണ്ടോ, അത് ക്യൂട്ടിക്കിൾ ഓഫ് റൂട്ട് ഷീത്തിൻ്റെ ക്യൂട്ടിക്കിൾ ഉണ്ടാകും. ഹൈലിൻ ലെയർ ഉണ്ടാവും, ഒരു ഹൈലിൻ ലെയർ ഇതിൻ്റെ അകത്തുണ്ടാവും. ഇത് നമുക്ക് മെയിൻലി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാൻ മതി, ഇത്ര തന്നെ ഇതിൻ്റെ അകത്തുള്ളത്. നമ്മൾ ബൈഹാർട്ട് ആക്കേണ്ട കാര്യമൊന്നുമില്ല. മൈക്രോസ്കോപ്പി എങ്ങും ചോദിച്ചിട്ടില്ല, നമ്മൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ മൈക്രോസ്കോപ്പി ചോദിച്ചിട്ടില്ല, വളരെ റെയർ ആയിട്ടേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ലെയർ എന്താണ് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഏതൊക്കെയായിരുന്നു അത്? ഇന്നർ ഫൈബ്രസ് ലെയർ ഉണ്ട്, ഔട്ടർ ഫൈബ്രസ് ലെയർ ഉണ്ട്, ഔട്ടർ റൂട്ട് ഷീത്തും ഇന്നർ റൂട്ട് ഷീത്തും ഉണ്ട്, മെഡുലറി സബ്സ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ ക്യൂട്ടിക്കിൾ ഓഫ് റൂട്ട് ഷീത്ത് ഉണ്ട്, ഹയലിൻ ലെയർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻലി ഉള്ള കുറച്ച് പാർട്സ്, ഒരു 3-4 ഒന്നുണ്ട്. അതിൻ്റെ ഒരു ഇന്നറും ഔട്ടറും ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക, ഇതെന്താ സംഭവം എന്നുള്ളത്. അതല്ലാണ്ട് ഇത് ബൈഹാർട്ട് ആക്കേണ്ട യാതൊരുവിധ കാര്യമില്ല. പിന്നെ മോർഫോളജി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ കളർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംലയുടെ കളർ നമുക്ക് അറിയാൻ പറ്റും. അത് തന്നെയാണ് അതിൻ്റെ മോർഫോളജി. നമ്മൾ പുറമേ കാണുമ്പോൾ അത് എങ്ങനെയാണ് അത് ഉണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മോർഫോളജി ഉള്ളത്. അതിൻ്റെ കളറാണ് പറയുന്നത്. ഗ്രീൻ കളറാണ്, ലൈറ്റ് യെല്ലോ എന്നാണ്. ഗ്രീൻ കളറും ലൈറ്റ് യെല്ലോ ആണ്. പ്രത്യേകിച്ച് അതിന് ഓർഡർ ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും? അത് സോർ ആൻഡ് അസ്ട്രിഞ്ചൻ്റ് ടേസ്റ്റ് ആണ്. അതിൻ്റെ ടേസ്റ്റ് സോർ ആൻഡ് അസ്ട്രിഞ്ചൻ്റ്.
പിന്നെ അതിൻ്റെ ഷേപ്പ് അതെന്താണ്, ഗ്ലോബൽ ഷേപ്പിലല്ലേ അത് ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് ഗ്ലോബ്യൂസിൻ്റെ ഒരു ഷേപ്പിൽ തന്നെയാണ് അത് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഗ്ലോബൽ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് അത് ഫോം ഉണ്ടാവുക. സൈസ് എന്ന് പറയുന്ന 1.5 to 2.5 സെൻറ്റിമീറ്റർ ഇൻ ഡയമീറ്റർ. എന്താണ് 1.5 to 2.5 സെൻറ്റിമീറ്റർ ഇൻ ഡയമീറ്ററിലാണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അത് ഫ്ലഷിയാണ്. എന്താണ് ഫ്ലഷിയാണ്, അത് കുറച്ച് ഫ്ലഷി അല്ലേ അതിൻ്റെ അകത്ത്, ചെറിയ ഹാർഡൻ ആണെങ്കിൽ കൂടിയും അത് ഫ്ലഷിയാണ്. ദേ ആർ വെരി ഹാർഡ് ആൻഡ് സ്മൂത്ത് ഇൻ അപ്പിയറൻസ്. അത് കാണുമ്പോൾ എന്താണ് വെരി ഹാർഡ് ആൻഡ് സ്മൂത്ത് പോലെയാണ് അതിൻ്റെ അപ്പിയറൻസിൽ അതിനെ കാണുന്നത്. എന്താണ് ഹാർഡ് ആൻഡ് സ്മൂത്ത് എന്നുള്ള അപ്പിയറൻസിലാണ് അത് ഉണ്ടാവുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് മോർഫോളജി ഒന്നും നമുക്ക് അങ്ങനെ ചോദിക്കാറില്ല. ഇതൊക്കെ നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ള സ്ഥലം വരുന്നത് ഇവിടെയാണ്. എന്താണ് കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് അല്ലേ. കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസും യൂസും അല്ലേ, ബയോളജിക്കൽ സോഴ്സും പിന്നെ ഫാമിലി. ഇതാണ് നമ്മുടെ ഒരു ഇതിൽ. പിന്നെ കെമിക്കൽ ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ പഠിക്കണം. പിന്നെ എന്താണ് അഡൾട്രൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതും പഠിക്കണം. അതുപോലെ ഇത്രയാണ് നമുക്ക് ഇതിലെ കുറച്ച് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്ലാന്റ്സിൽ അല്ലെങ്കിൽ വേറെ എന്തായാലും ഒരു ഫ്രൂട്ട്സ് എടുത്താൽ പോലും നമുക്ക് അതിൽ ഒരു ലാക്സേറ്റീവിലായാലും ഏതിലായാൽ പോലും കാർബണേറ്റീവ്സ് ആയാലും ഏതായാലും നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ യൂസ്, അതിൻ്റെ സോഴ്സ്, കെമിക്കൽ ടെസ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് കേട്ടോ. അതിന് മാത്രമായിട്ട് നമ്മൾ ഈ നോട്ട് നിങ്ങൾ വാരി വലിച്ച പഠിക്കുന്നുണ്ടെങ്കിലും അതിന് മാത്രമായിട്ട് സെർട്ടൺ റണ്ണിങ് നോട്ട് എഴുതി തന്നെ മുന്നോട്ട് പോകണം കേട്ടോ. അതല്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് പെട്ടെന്ന് എടുത്ത് നോക്കി പഠിച്ചെടുക്കാൻ എളുപ്പം അതാണ്. പെട്ടെന്നൊന്ന് നോക്കുമ്പോൾ നമുക്കതെല്ലാം കിട്ടും. ഇത്രയും വാസ്റ്റായിട്ട് നമ്മൾ വാരി വലിച്ചിട്ട് ലാസ്റ്റ് ടൈമിൽ പഠിക്കുകയൊന്നും വേണ്ട. അതിനുവേണ്ടി നമ്മൾ ചെറിയ അതിൽ ഇത്ര കാര്യം മാത്രം മതി. സിനോണിയം വേണം, ബയോളജിക്കൽ സോഴ്സ് വേണം, ഫാമിലി വേണം, പിന്നെ അതിലെന്താ വേണ്ടത്, കെമിക്കൽ ടെസ്റ്റ് വേണം, പിന്നെ അതിൻ്റെ ഏതെങ്കിലും അഡീഷണൽ ആയിട്ട് അതിന് എന്തെങ്കിലും കെമിക്കൽസ് അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ആ കെമിക്കൽ ടെസ്റ്റുകളും ഇത് മാത്രമായിട്ടാണ് നമ്മൾ ഒരു ചെറിയൊരു റണ്ണിങ് നോട്ടിൽ എഴുതി വയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഏതൊക്കെയാണ്, എന്താണ് നമുക്ക് മെയിൻലി പഠിച്ചിട്ടുണ്ട്. വൈറ്റമിൻ സി ആണ് അതിൻ്റെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന വൈറ്റമിൻ സി ഏതിലുണ്ട്, അമ്ലയ്ക്കകത്തുണ്ട്. അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ് ഏതിനകത്തുണ്ട്, അത് അമ്ലയ്ക്കകത്തുണ്ട്. ഇതാണ് പഠിക്കുന്നത്. പക്ഷേ ഇതിൽ അതല്ലാതെ കുറച്ച് വൈറ്റമിൻസും കൂടെ ഉണ്ട്. എന്താണ് അതും കൂടെ നമുക്ക് കൊടുക്കുക. അല്ലാതെ കുറച്ചുകൂടെ കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഏതാണെന്ന് നോക്കാം. ടാനിൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഞാൻ പറഞ്ഞു അതിൻ്റെ പേര് എംബിലിക്ക എന്നുള്ള പേരിൽ നിന്ന് തന്നെ നമുക്കിതിൻ്റെ ആദ്യത്തെ ടാനിൻ്റെ ഇത് കിട്ടും കേട്ടോ. ഏതാണ് എംബ്ലിക്കാനിൻ. എന്താണ് എംബ്ലിക്കാനിൻ? എ ആൻഡ് ബി ആണ് എന്താണ് ആദ്യത്തെ ടാനിൻ. ഇതിൻ്റെ അകത്തുള്ള ടാനിൻ ഏതൊക്കെയാണ് ഇതിൻ്റെ അകത്ത്? എംബ്ലിക്കാനിൻ, എ ആൻഡ് ബി, ജെറാനിൻ. എന്താണ് അത് കഴിഞ്ഞ് ജെറാനിൻ ഉണ്ട്, അതുപോലെ എലഗോടാനിൻ. ഈ മൂന്നുമാണ് എന്താണ് ഇതിൻ്റെ അകത്തുള്ള ടാനിൻ കണ്ടന്റിലുള്ള ഏതൊക്കെയാണ്? എംബ്ലിക്കാനിൻ, എ ആൻഡ് ബി, ജെറാനിൻ, എലഗോടാനിൻ. ഇതൊക്കെയാണ് ടാനിൻ സോഴ്സ്. ഇതിൻ്റെ അകത്തുള്ള ടാനിൻ സോഴ്സിൻ്റെ പേര് ഏതൊക്കെയാണ്? എംബ്ലിക്കാനിൻ, എ ആൻഡ് ബി. അത് നമുക്ക് നേരത്തെ പഠിച്ചുകൊണ്ട് എംബ്ലിക്കാനിൻ നമുക്ക് കിട്ടും. എംബ്ലിക്കാനിൻ, എ ആൻഡ് ബി, അതാണ് ടാനിൻ ആണ് എംബ്ലിക്കാനിൻ. അതിൽ ആ പേര് തന്നെ ഉണ്ടല്ലോ, നിൻ വരുമ്പോൾ ടാനിൻ ആണ്. പക്ഷെ എല്ലാം അങ്ങനെയല്ല കേട്ടോ. എന്നാലും നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാം. ഇവിടെ നമുക്ക് എംബ്ലിക്കാനിൻ എന്താണ് അതിൻ്റെ ടാനിൻ ആണ്. ജെറാനിൻ, എലഗോടാനിൻ. ജെറാനിനും എലഗോടാനിനുമാണ്. അടുത്തത് അമിനോ ആസിഡ്. ഏതൊക്കെ അമിനോ ആസിഡ്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്? ഗ്ലൂട്ടാമിക് ആസിഡ്, പ്രോലിൻ, അസ്പാർട്ടിക് ആസിഡ്, അലാനിൻ, സിസ്റ്റീൻ, ലൈസിൻ. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഗ്ലൂട്ടാമിക് ആസിഡ് ഉണ്ട്, പ്രോലിൻ ഉണ്ട്, അസ്പാർട്ടിക് ആസിഡ്, അലാനിൻ, സിസ്റ്റീൻ, ലൈസിൻ. ഏതൊക്കെയാണ്? ഏകദേശം 1, 2, 3, 4, 5, 6 അമിനോ ആസിഡ്സ് ഇതിൻ്റെ അകത്തുണ്ട്. ഏതൊക്കെയാണ്? 6 അമിനോ ആസിഡ്സ് ഉണ്ട്. ഏതൊക്കെ? ലൈസിൻ, സിസ്റ്റീൻ, അലാനിൻ, അസ്പാർട്ടിക് ആസിഡ്, പ്രോലിൻ, ഗ്ലൂട്ടാമിക് ആസിഡ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള അമിനോ ആസിഡ്സുകൾ. പിന്നെ വൈറ്റമിൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതുള്ളൂ. വൈറ്റമിൻസ് ഏതാണ്? അസ്കോർബിക് ആസിഡ് ആണല്ലേ അതിൻ്റെ അകത്തുള്ള വൈറ്റമിൻസ് എന്ന് പറയുന്നത്. അസ്കോർബിക് ആസിഡ് ആണ്. പിന്നെ കാർബോഹൈഡ്രേറ്റ്. ഏത് കാർബോഹൈഡ്രേറ്റ് ആണ് അതിൻ്റെ അകത്തുള്ളത്? പെക്റ്റിൻ ആണ് അതിൻ്റെ അകത്തുള്ള കാർബോഹൈഡ്രേറ്റ്. ഏതാണ്? പെക്റ്റിൻ ആണ്. അത് ഈ അമ്ലയ്ക്കകത്തുള്ള കാർബോഹൈഡ്രേറ്റ് ഏതാണെന്നാണ്? പെക്റ്റിൻ ആണ്. അതിൻ്റെ പേരെന്ന് പറയുന്നത് പെക്റ്റിൻ. അതുപോലെ ഓർഗാനിക് ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ്. ഏതാണ്? സിട്രിക് ആസിഡ് ആണ്.
ആ അമ്ലയ്ക്കകത്തുള്ള ഓർഗാനിക് ആസിഡ് എന്ന് പറയുന്നത് സിട്രിക് ആസിഡ് ആണ്. ഇപ്പൊ ഇതൊന്നും കൂടെ പറയണോ? നമുക്കിത് ഒന്നും കൂടെ നോക്കാം അല്ലേ. ഈ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിൽ കൂടുതൽ ചോദിച്ചിരിക്കുന്നത് അസ്കോർബിക് ആസിഡ് മാത്രമാണ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ അത് വിട്ടുപോകില്ല. അസ്കോർബിക് ആസിഡ് പ്രസന്റ് ആയിട്ടുള്ളത് ഏതാണെന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതലുള്ളത് അമ്ലയ്ക്കകത്താണ്. അപ്പം അതാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ വിട്ടുപോകാൻ പാടില്ല. ഏതാണ്? അസ്കോർബിക് ആസിഡ് ആണ്. അതുപോലെ ടാനിൻസ് ഏതൊക്കെയായിരുന്നു? എംബ്ലിക്കാനിൻ, എ ആൻഡ് ബി, ജെറാനിൻ, എലഗോട്ടാനിൻ. അതുപോലെ അമിനോ ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്, പ്രോലിൻ, അസ്പാർട്ടിക് ആസിഡ്, അലാനിൻ, സിസ്റ്റീൻ, ലൈസീൻ. പിന്നെ വൈറ്റമിൻ അസ്കോർബിക് ആസിഡ് ആണ്. കാർബോഹൈഡ്രേറ്റ് ഏതായിരുന്നു? പെക്റ്റിൻ ആയിരുന്നു കാർബോഹൈഡ്രേറ്റ്. അത് ഓർഗാനിക് ആസിഡ് ആണ്, സിട്രിക് ആസിഡ് ആണ്. ഇനി നമ്മളതിന്റെ യൂസ് ഒരുവിധം എല്ലാവർക്കും അറിയാമല്ലേ. അങ്ങനെ അമ്ലയുടെ യൂസ് ഒരുവിധം നമ്മൾ തീരെ കുഞ്ഞായിരിക്കുമ്പോഴേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. വൈറ്റമിൻസിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പിന്നെ കാർബോഹൈഡ്രേറ്റ് വൈറ്റമിൻസ് ഒക്കെ നമ്മൾ തീരെ കുഞ്ഞു ക്ലാസ്സിൽ അതിൽ തന്നെ നമ്മൾ അമ്ല പഠിക്കുന്നുണ്ട്. അമ്ലയുടെ ഉപയോഗം എന്താണ്, അമ്ല എന്താണ്, അതിൻ്റെ അകത്തുള്ള ഇത് വൈറ്റമിൻ സി, അതൊക്കെ നമ്മൾ മുന്നേ തന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പം അത് തന്നെയാണ് അതിൻ്റെ യൂസും. ഇത് കറക്റ്റായിട്ട് ഇത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതെന്താണ്? യൂസ്ഡ് ആസ് എന്ന ഡയൂററ്റിക് ആയിട്ട് യൂസ് ചെയ്യും. ഡയൂററ്റിക് ആക്ഷൻ ഉണ്ട് ആൻഡ് ലാക്സേറ്റീവ്. ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മുടെ ഇതിൽ ഓപ്ഷൻ തന്നിട്ട് ഇതിൽ മെയിനായിട്ട് ചോദിക്കുന്ന ഒരു എന്ന് വെച്ചാൽ തന്നിരിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഞാൻ എപ്പോഴും പറയുന്നിരിക്കുന്നത് ഓപ്ഷൻസിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അങ്ങനെ ചോദിക്കുന്നതാണെങ്കിൽ അവിടെ ലാക്സേറ്റീവ്സ് ആണ് ഏറ്റവും നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ലാക്സേറ്റീവ്സ് ആണ് കേട്ടോ. അമ്ല ഏതാണ്? കൂടുതൽ ലാക്സേറ്റീവ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദ ഫ്രൂട്ട്സ് ആർ ഡയൂററ്റിക്സ് ആൻഡ് ലാക്സേറ്റീവ്സ്. ഡയൂററ്റിക്സ് ആണ്, അതുപോലെ തന്നെ എന്താണ്? ലാക്സേറ്റീവ്സ് ആണ്. ഡ്രൈഡ് ഫ്രൂട്ട് എന്താണ്? അതിൻ്റെ ഡ്രൈഡ് ഫ്രൂട്ട് ആയിട്ടുള്ള എന്താണ്? യൂസ്ഫുൾ ഇൻ ഹെമറേജ്, ഡയേറിയ, ഡയബറ്റിക്സ് ആൻഡ് ഡിസെൻട്രി. ഏതിനൊക്കെ ഉപയോഗിക്കും? ഡയേറിയയ്ക്ക് ഉപയോഗിക്കും, ഡയബറ്റിക്സിന് ഉപയോഗിക്കും, ആൻഡ് ഡിസെൻട്രിക്ക് ഉപയോഗിക്കും. ഏതാണ്? യൂസ്ഡ് ഇൻ ഹെമറേജ്, ഡയേറിയ, ഡയബറ്റിക് ആൻഡ് ഡിസെൻട്രി. ഇതിനെല്ലാം എന്ത് ചെയ്യും? ഇതിൻ്റെ ഡ്രൈഡ് ഫോമിലുള്ള ഫ്രൂട്ട്സ് നമ്മൾ യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അല്ലാതെ തന്നെ നമ്മൾ പച്ചക്കൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുമല്ലേ. നമ്മൾ ഷുഗറൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ വീട്ടിലുള്ളവർ അറിയാം, അവരിത് പച്ച നെല്ലിക്ക ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട്. ഷുഗർ കുറയുമെന്ന് വെച്ചിട്ട് കുടിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത്. ഡ്രൈഡ് മാത്രമല്ല, പിന്നെ ഡ്രൈഡ് വെള്ളത്തിയിട്ട് പിറ്റേന്ന് നമ്മൾ ആ വെള്ളം കുടിക്കും. ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് പിറ്റേന്ന് നമ്മൾ ആ വെള്ളം ഉപയോഗിക്കുന്ന നന്നായിട്ട് കഴുകി വെള്ളത്തിൽ ഒരു ദിവസം ഫുള്ള് ഇട്ടിട്ട് പിറ്റേന്ന് നമ്മൾ ആ വെള്ളമൊക്കെ കുടിക്കും. അങ്ങനെ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉള്ളവരുടെ വീട്ടിൽ ഇതിങ്ങനെ കറക്റ്റ് ഇത് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചില ആൾക്കാർ കുടിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യും. ഒരു ദിവസം ഈ ഉണങ്ങിയ നെല്ലിക്ക കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് മറ്റന്ന് രാവിലെ നമ്മളതിന് കുടിക്കും. അപ്പം നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അലർജി പോലുള്ള സംഭവങ്ങളൊന്നും വരില്ല എന്ന് പറയുന്നു. ഇങ്ങനെ നമ്മൾ കുറേ കേട്ടറിവുകളുണ്ടല്ലേ, ഇതൊക്കെ എത്രത്തോളം സത്യമാണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ അമ്ലയ്ക്ക് സയൻറ്റിഫിക്കലി ആയിട്ടുള്ള കുറേ യൂസസ് ആണ് ഇതൊക്കെ. ഏതാണ്? ഡയൂററ്റിക്സ് ആണത്, അതുപോലെ തന്നെ അത് ലാക്സേറ്റീവ്സ് ആണ്. ഡ്രൈഡ് ഫ്രൂട്ട് എന്തിനു ഉപയോഗിക്കുന്നു? ഹെമറേജ്, ഡയേറിയ, ഡയബറ്റിക്സ് ആൻഡ് ഡിസെൻട്രി, ഇതിനെല്ലാം അത് ഉപയോഗിക്കുന്നു. They are useful in the disorders associated with the digestive systems. എന്താണ്? നമ്മളെ ദഹന വ്യവസ്ഥയിൽ എന്ത് ചെയ്യുന്നു? അത് ഉപയോഗിക്കുന്നു. ചില ദഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലാക്സേറ്റീവ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ കറക്റ്റ് നമ്മൾ മനസ്സിലായില്ലേ, ആ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് തന്നെയാണ് അതിൻ്റെ കറക്റ്റായിട്ട് അത് എത്തുന്നത്. അപ്പം ആ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഡിസോർഡേഴ്സിനെല്ലാം എന്ത് ചെയ്യുന്നു? ഈ അമ്ല ഉപയോഗിക്കുന്നു. ആൻഡ് ആൾസോ പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ജോണ്ടിസ് ആൻഡ് കഫ്. എന്താണ്? ജോണ്ടിസിനും കഫിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പ്രിസ്ക്രൈബ് ചെയ്യുന്നു. They are useful in the disorders associated with the digestive system and also prescribed in the treatment of ഏതിനൊക്കെ? ജോണ്ടിസ് ആൻഡ് കഫ്. ജോണ്ടിസിനും അല്ലെങ്കിൽ കഫിനും അല്ലെങ്കിൽ കഫത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ അമ്ല ഉപയോഗിക്കുന്നു. ഇറ്റ് ഹാസ് ആൻ ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ ആൻഡ് ആൻറ്റി വൈറൽ ആക്ടിവിറ്റീസ്. ഏതൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്? ഒരുവിധപ്പെട്ട എല്ലാം ഉണ്ടല്ലേ. അതാണ് ആൻറ്റി ബാക്ടീരിയൽ ഉണ്ട്, ആൻറ്റി ഫംഗൽ ഉണ്ട്, ആൻറ്റി വൈറൽ ആക്ടിവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മൾ മുന്നേയൊക്കെ പഠിച്ചിരുന്ന ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റ് എന്നുള്ള വാക്കാണല്ലേ. അമ്ല ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് എന്നുള്ളത്. അതുപോലെ ഇതിന് ഏതൊക്കെ പ്രോപ്പർട്ടിയാണുള്ളത്? ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റി വൈറൽ. ഈ ആക്ടിവിറ്റി എല്ലാം എന്തുണ്ട്? അമ്ലയ്ക്കുണ്ട്.
ആംല ഈസ് വൺ ഓഫ് ദ 3 ഇൻഗ്രീഡിയൻസ് ഓഫ് ദ ഫേമസ് ആയുർവേദിക് പ്രിപ്പറേഷൻസ്. എന്താണ്, ഒരുപാട് നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ ആയുർവേദ പ്രിപ്പറേഷൻസിലും അംലയുണ്ട് ഇല്ലേ. അംല ജ്യൂസ് നമ്മൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. ഏത് ആയുർവേദത്തിൻ്റെ ഇതെടുത്താലും അതിൻ്റെ ഒരു സ്ഥലത്ത് ഒരു നെല്ലിക്കയുടെ പടം ഇല്ലാത്ത ഏതെങ്കിലും ഒന്നും ഉണ്ടാകും, റെയർ ആയിരിക്കും ഇല്ലേ. അത് നമ്മൾ ഏതെടുത്ത് കഴിഞ്ഞാലും അതിൻ്റെ അറ്റത്തൊരു നെല്ലിക്കയുടെ പടം ഉണ്ടാവും. അപ്പോൾ അതാണ് അംല ഈസ് വൺ ഓഫ് ദ 3 ഇൻഗ്രീഡിയൻസ് ഓഫ് ദ ഫേമസ് ആയുർവേദിക് പ്രിപ്പറേഷൻ. ആയുർവേദിക് പ്രിപ്പറേഷനിലെ ഫേമസ് ഇൻഗ്രീഡിയൻ്റ് ആണ് എന്താണ്, അംല. ഏതിലേക്കാണ്? ത്രിഫല ചൂർണം എന്നാണല്ലേ, അത് നമ്മൾ കേട്ടത്. ത്രിഫല ചൂർണം എന്നൊക്കെ ആയുർവേദിക് പ്രിപ്പറേഷൻസ് കിട്ടും, ഏതെല്ലാം ആയുർവേദ കടകളിലും ത്രിഫല ചൂർണം കിട്ടും. അപ്പോൾ ആ ത്രിഫലയിലെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആരാണ്? അംലയാണ്. ത്രിഫലയിലെ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് അതാണ്, അംലയാണ്. ട്രീറ്റ് ഏതിനാണ്? ക്രോണിക് ഡിസെൻട്രി. നമ്മൾ നേരത്തെ പഠിച്ചു ഡിസെൻട്രിക്ക് ഉപയോഗിക്കുന്നു. അതുപോലെ ഈ ആയുർവേദ പ്രിപ്പറേഷനിൽ ഏതിന് വേണ്ടിയിട്ടാണ്? ക്രോണിക് ഡിസെൻട്രിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ത്രിഫലയിൽ അംല ഉപയോഗിക്കുന്നത്. ഇത് ഗിവൺ ടു ട്രീറ്റ് ക്രോണിക് ഡിസെൻട്രി. ആയുർവേദ പ്രിപ്പറേഷനിൽ വരിക്കുമ്പോൾ അത് ക്രോണിക് ആയിട്ടുള്ള ഡിസെൻട്രിക്ക് വേണ്ടിയിട്ടാണ് എന്താണ് ഈ അംല നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ എന്താണ് ഇത്. പിന്നെ കൂടാതെ നമ്മൾ എന്തോത്തിലേക്ക് വീണ്ടും ചവനപ്രാശം എന്നൊക്കെ പറയുന്ന സംഭവങ്ങളിലൊക്കെ നമ്മൾ ചേർക്കത്തില്ലേ, അതുപോലെയാണ് ഇൻഗ്രീഡിയൻ്റ് ഇൻ ചവനപ്രാശം. ചവനപ്രാശത്തിലെയും ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് എന്നാണ് പറയുന്നത്. അല്ലാതെ ഒരുപാട് ഇല്ലേ നമ്മൾ ആയുർവേദ പ്രോഡക്ട്സുകൾ നമുക്കറിയാം, എടുക്കുന്ന ഏതും പിന്നെ ലേഹ്യം അങ്ങനെയല്ല എല്ലാത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹെൽത്തിന് വേണ്ടുന്നതാണ് എന്നുണ്ടെങ്കിൽ അതിലെല്ലാം എന്തുണ്ടാവും, ഈ അംലയുടെ പടം കൊടുത്തേക്കും. അംല ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് തന്നെ അതിൻ്റെ ബേക്കിൽ ആ ഇൻഗ്രീഡിയൻസ് എഴുതിയേക്കുന്നതിൽ നോക്കിയാൽ അറിയാം അംല കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം എൻ്റെ യൂസ് അറിയാമല്ലോ, ഒന്നും കൂടെ പറയാം. ഏതിനൊക്കെയാണ് അതിൻ്റെ യൂസ് എന്ന് പറയുന്നത്? ഡയൂററ്റിക് യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ലാക്സേറ്റീവ്സ് ആയിട്ട് അത് ഉപയോഗിക്കും. ഡ്രൈഡ് ഫ്രൂട്ട്സ് യൂസ്ഫുൾ ഇൻ ഹെമറേജ്, ഡയേറിയ, ഡയബറ്റിക് ആൻഡ് ഡിസെൻട്രി. ഏതിനാണ്? ഹെമറേജിന് ഉപയോഗിക്കും, ഡയേറിയയ്ക്ക്, ഡയബറ്റിക്സിന്, ഡിസെൻട്രിക്ക് ഉപയോഗിക്കും. അത് ഇവിടെ ആയുർവേദിക് പ്രിപ്പറേഷനിൽ വരുമ്പോൾ നോക്കിക്കോണം, ക്രോണിക് ഡിസെൻട്രിക്കാണ് ഉപയോഗിക്കുന്നത്. ആയുർവേദിക് പ്രിപ്പറേഷനിൽ ത്രിഫലയുടെ കൂടെ വിച്ച് ഈസ് ഗിവൺ ടു ക്രോണിക് ഡിസെൻട്രി. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ തമ്മിൽ മാറിപ്പോവില്ല. ഇവിടെയാണ് ആയുർവേദിക് പ്രിപ്പറേഷനിലാണ് നമ്മൾ എന്താണ് അത് ക്രോണിക് ഡിസെൻട്രി ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഡയേറിയയ്ക്ക് ഉപയോഗിക്കും, ഡിസെൻട്രിക്ക് ഉപയോഗിക്കും. ദേ ആർ യൂസ്ഫുൾ ഇൻ ഡിസോർഡർ. എവിടെയുള്ള ഡിസോർഡറിന്? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഡിസോർഡറിന് ഉപയോഗിക്കും ഇല്ലേ. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഡിസോർഡറിന് ഉപയോഗിക്കും. ഏതിനാണ്? ജോണ്ടിസിനും കഫിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ അംലയെ യൂസ് ചെയ്യും. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. പഠിച്ചതെല്ലാവർക്കും മറന്നു പോകരുത്. ബയോളജിക്കൽ സോഴ്സ്, യൂസ്, ഫാമിലി, അതിൻ്റെ അകത്ത് കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസി. ഇത്രയും കാര്യങ്ങൾ എന്തായാലും മറന്നു പോവുകയും ചെയ്യരുത്. അതാണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഞാൻ പിന്നും പറയുവാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഫാമിലി ഡസ് ദ അംല പ്ലാന്റ് ബിലോങ്? ഏത് ഫാമിലിയിലാണ്? നമ്മൾ നേരത്തെ പഠിച്ചല്ലേ, യൂഫോർബിയേസിയ ഫാമിലിയിലുള്ളത് തന്നെയാണല്ലോ. വേറെ ഒരു ഓപ്ഷൻ ഞാൻ വായിക്കേണ്ട കാര്യമില്ല. യൂഫോർബിയേസിയ ഫാമിലിയിലുള്ളതാണ് അംല. വാട്ട് ഈസ് ദ പ്രൈമറി യൂസ് ഓഫ് ഡ്രൈഡ് അംല ഫ്രൂട്ട്? ഉണങ്ങിയ അംലയുടെ പ്രൈമറി യൂസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതിൽ ഏതൊക്കെയാണ്? ആൻറ്റി ഓക്സിഡൻ്റ്, ലാക്സേറ്റീവ്സ് ഉണ്ട്, ആൻറ്റി ബാക്ടീരിയൽ ഉണ്ട്, ആൻറ്റി വൈറൽ. ഞാൻ പറഞ്ഞു ഏറ്റവും ഞാൻ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞു നമ്മൾ ഉള്ളതിൽ ഏറ്റവും ഈ പ്രൈമറി ആയിട്ടുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈ ആൻറ്റി ഓക്സിഡൻ്റ് എഫക്റ്റ് അതിനുണ്ട്, ആൻറ്റി ബാക്ടീരിയലും ഉണ്ട്, ആൻറ്റി വൈറലും ഉണ്ട്. പക്ഷേ പ്രൈമറി ഏതാണോ അത് ലാക്സേറ്റീവ്സ് ആണല്ലേ. പ്രൈമറി ഏതാണ്? നമുക്ക് ലാക്സേറ്റീവ്സ് ആണ്. അപ്പം ഞാൻ അതാ പറഞ്ഞത്, നമ്മൾ പഠിക്കുമ്പോൾ പ്രൈമറി എന്നുള്ള ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇതിൽ ഏതാണ്? നമ്മൾ ഇതെല്ലാം പഠിച്ചു, ഇതെല്ലാം നമുക്ക് അംലയ്ക്ക് ഉള്ളതാണ്. അതിൽ പ്രൈമറി ആയിട്ട് വരുന്ന ഏതാണ്? ലാക്സേറ്റീവ്സ് ആണ് പ്രൈമറി. വിച്ച് വൈറ്റമിൻ ഈസ് ഫൗണ്ട് ഇൻ അംല? ഏത് വൈറ്റമിൻ ആണ്? ഞാൻ വെറുതെ ഓപ്ഷൻ വായിക്കണം. ഓപ്ഷൻ സി അസ്കോർബിക് ആസിഡ് തന്നെയല്ലേ. ഇനി ഞാൻ വെറുതെ ഈ ഓപ്ഷൻസ് ഒക്കെ വായിക്കേണ്ട കാര്യമില്ലല്ലോ. ഓപ്ഷൻ ബി വൈറ്റമിൻ സി ആണ്, അസ്കോർബിക് ആസിഡ് ആണ്. എന്താണ്? വിച്ച് വൈറ്റമിൻ ഈസ് ഫൗണ്ട് ഇൻ അംല? ഏത് വൈറ്റമിൻ ആണ്? ഓപ്ഷൻ ബി വൈറ്റമിൻ സി, അസ്കോർബിക് ആസിഡ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് അംല? എന്തൊക്കെയാണ്? ഗ്ലൂട്ടാമിക് ആസിഡ്, പെക്റ്റിൻ, പ്രോലിൻ, ആൾ ഓഫ് ദ എബവ്. നമ്മൾ പഠിച്ചല്ലേ, ഗ്ലൂട്ടാമിക് ആസിഡ് ഉണ്ട്, പെക്റ്റിൻ ഉണ്ട്, പ്രോലിൻ ഉണ്ട്. അപ്പം ഇതെല്ലാം എന്തുണ്ട്? ഈ അംലയ്ക്കകത്തുണ്ട്. അപ്പം ഓപ്ഷൻ ഡി ആണ്, അല്ല ആൾ ഓഫ് ദ എബവ് ആണ് ഓപ്ഷൻ. അംല ഈസ് നോൺ ഫോർ ഇറ്റ്സ് ആൻറ്റി ഓക്സിഡന്റ്, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ ആൻഡ് ആൻറ്റി വൈറൽ ആക്ടിവിറ്റി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റി ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് അംല? ദേ നോക്കൂ,
നമ്മൾ പഠിച്ചതിലെല്ലാം ഉണ്ട്. ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, ആൻറ്റി ബാക്ടീരിയൽ ഉണ്ട്, ആൻറ്റി ഫംഗൽ ഉണ്ട്, ആൻറ്റി വൈറൽ ഉണ്ട്. ഇതൊന്നും അല്ലാത്തത് ഏതെന്നാണ് അല്ലേ? അപ്പം എന്താണ്? ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ബാക്ടീരിയൽ ഉണ്ട്, ആൻറ്റി ഫംഗൽ ഉണ്ട്. പക്ഷേ ഇത് ഏതാണ് ഉത്തരം ഡി ആണ്, ആൻറ്റി മലേറിയൽ അല്ലേ? നോട്ടാണ് അത്. അപ്പം അത് നോക്കുക, നോട്ട് അസോസിയേറ്റഡ് വിത്ത് അമ്ല. അതാണ് ആൻറ്റി മലേറിയൽ ആണ് ഇതിൻ്റെ ആൻസർ. അപ്പം ഇത് നന്നായിട്ട് എല്ലാവരും പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.